എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിന്റെ കൂട്ടായ്മയാണ്. പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ, ബിസിനസ് സ്റ്റഡീസ് ഏറ്റവും എളുപ്പമായി പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. Economic activities are undertaken by people. Activities which are undertaken by people with the object of earning money are known as economic activity. പണം സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവർക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ലാഭം നേടുക, പണം നേടുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. The purpose of economic activity is to earn money which is used for further creation of wealth or asset. കൂടുതലായി ഭാവിയിൽ പണവും ആസ്തിയും സ്വത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. പണം സമ്പാദിക്കാനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. 3 രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പണം നേടാനായി ആളുകൾ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളതുമാണ് ഇത്. എന്താണ്? ബിസിനസ്. നോക്കി, ബിസിനസ് നമ്മളെല്ലാവരും കേൾക്കുന്ന പദമാണ്, എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന പദമാണ് ബിസിനസ് എന്ന് പറയുന്ന പദം. അപ്പോൾ എന്താണ് ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. നോക്കി, ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി which involves production or purchase of goods and services for sale or exchange of goods or providing service at profit. ഒന്നുകൂടി ശ്രദ്ധിച്ച്, business is an economic activity which involves production or purchase of goods for sale or exchange of goods or providing service at profit. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ കിടപ്പുണ്ട്. എന്താണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നർത്ഥം. ലാഭത്തിന് വേണ്ടി പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പാദിപ്പിക്കുകയോ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാങ്ങുകയോ. ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യും. എന്ത്? സാധനങ്ങൾ, ഗുഡ്സ്. എന്തിനു വേണ്ടി? ഫോർ സെയിൽ, കച്ചവടം നടത്താൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി. ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, പകരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ സാധനം കൊടുക്കുകയോ അല്ലെങ്കിൽ കച്ചവടം നടത്തി പൈസ വാങ്ങിക്കുകയോ ചെയ്യും. ഓർ പ്രൊവൈഡിങ് സർവീസ്, അല്ലെങ്കിൽ സേവനം നൽകും. ഇതിനൊരു ലക്ഷ്യമേ ഉള്ളൂ, ആ ലക്ഷ്യം പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ ബിസിനസ് സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ വരിക. ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസ് അറ്റ് പ്രോഫിറ്റ്. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് ആക്ടിവിറ്റിയും അല്ലാത്ത ഒരു ആക്ടിവിറ്റിയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് നമ്മൾ കുറച്ചൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബിസിനസ് ആണോ? എന്താണ് ബിസിനസിന്റെ പ്രത്യേകത? നോക്കി, 4 പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തികമായ പ്രവർത്തനമാണ്. ഇറ്റ്സ് അണ്ടർടേക്കൻ ബൈ പീപ്പിൾ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ആളുകൾ നടത്തുന്നതായിരിക്കണം ബിസിനസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. അല്ല, ലാഭം വേണ്ട, സമ്പാദ്യം വേണ്ട, നേട്ടം വേണ്ട എന്ന ലക്ഷ്യത്തോടെ നടത്തുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടി. അതൊരിക്കലും ഇക്കണോമിക് ആക്ടിവിറ്റി അല്ല. അത് ഹ്യൂമൻ ആക്ടിവിറ്റിക്ക് അത് പെടുന്നതാണെങ്കിലും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2,
റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്. റെഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി വീണ്ടും വീണ്ടും നടത്തുക. ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. കൃത്യമായ ഇടവേളകളോടുകൂടി കൃത്യമായി നടത്തപ്പെടണം. വൺ സിംഗിൾ ട്രാൻസാക്ഷൻ നെവർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബിസിനസ്. ഒരു ദിവസം കുറച്ച് പരിപാടി നടത്തി കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ദിവസത്തേക്ക് നടത്തുന്ന അല്ല ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് നടത്തണം. ആൻഡ് തേർഡ് വൺ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് മോട്ടീവ്. എപ്പോഴും പറഞ്ഞു, പ്രോഫിറ്റ് മോട്ടീവ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് ബിസിനസ്. It earn profit for its survival, growth and expansion. ലാഭമെന്ന് പറയുന്നതായിരിക്കണം ബിസിനസിന്റെ ലക്ഷ്യം. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി ലാഭമെന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ബിസിനസ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ നേടുന്ന ലാഭം ബിസിനസിന്റെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക്, പരക്കുന്നതിന്, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ബിസിനസ് വളരുന്നതിന് സഹായിക്കും ഈ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ 3 എണ്ണമാണ് പഠിച്ചത്. എക്കണോമിക് ആക്ടിവിറ്റി, 2 ഇറ്റ്സ് റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്, 3rd വൺ ഈസ് പ്രോഫിറ്റ് മോട്ടീവ്, ആൻഡ് ലാസ്റ്റ് വൺ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, എലമെന്റ്സ് ഓഫ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ നഷ്ടം വരാനുള്ള സാധ്യതയാണ്. അതും ബിസിനസ്സിനകത്ത് ഉണ്ടാകും സ്വാഭാവികമായും. നഷ്ടം വരാനുള്ള സാധ്യത എല്ലാ ബിസിനസ്സിനകത്തും. ലാഭം മാത്രം കിട്ടുന്ന ഒരു ബിസിനസ് ലോകത്തില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടവും സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള ഉണ്ടോ നോക്കി. റിസ്ക് കനോട്ട് ബി എലിമിനേറ്റഡ് ഫ്രം ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് റിസ്ക്, അതായത് നഷ്ടം വരാനുള്ള സാധ്യത മാറ്റിക്കൊണ്ട് ഒരു ബിസിനസ് നടക്കില്ല. റിസ്ക് മേ ബി ഇൻ ദ ഫോം ഓഫ്, ഏതൊക്കെ ഫോമിലാണ് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഒന്ന് നോക്കിയേ. ഫോം ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ മുഖാന്തരം. നിങ്ങളറിയാമല്ലോ, വെള്ളപ്പൊക്കം വരുന്നു, മണ്ണിടിച്ചിൽ വരുന്നു, അല്ലെങ്കിൽ വലിയ കാറ്റടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് വിളിക്കുന്നു. ചേഞ്ചസ് ഇൻ കൺസ്യൂമേഴ്സ് ടേസ്റ്റ്, ആളുകളുടെ അഭിരുചിക്ക് വ്യത്യാസം വരുന്നു. ആളുകൾക്ക് പണ്ട് താല്പര്യം ഇതായിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് അതല്ല താല്പര്യം, വേറെയാണ് താല്പര്യം. 3rd വൺ, കോമ്പറ്റീഷൻ. 2 കടകൾ തമ്മിലുള്ള, 2 ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം കാരണം കുറേ നഷ്ടങ്ങൾ വരാം. കാരണം ഒരിടത്ത് അയാൾക്ക് പെട്ടെന്ന് വിറ്റഴിക്കാൻ വേണ്ടി അയാൾ വില കുറച്ച് വയ്ക്കും. അപ്പോൾ അതിനേക്കാളും വില കുറച്ചില്ലെങ്കിൽ നമ്മുടെ കടയിലെ സാധനം വിറ്റ് പോകില്ല, അത് ചിലപ്പോൾ നഷ്ടമായിരിക്കാം. ആൻഡ് അനദർ വൺ ഈസ് ഫയർ, തീപിടുത്തം ഉണ്ടാകാം. തീപിടുത്തം ഉണ്ടാകാൻ നമ്മുടെ ബിസിനസ്സിന് വളരെ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടസാധ്യതകൾ ബിസിനസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നഷ്ടസാധ്യതകൾ ഇൻക്ലൂഡ്, അതില്ലാതൊരിക്കലും ബിസിനസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അടുത്തത്, അപ്പോൾ നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് ബിസിനസ്സാണ്, അതിൻ്റെ സ്വഭാവങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ചെറുതായി മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള 2 എണ്ണം കൂടെ. അതിലൊന്നാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ ഈസ് എൻ ഓക്കുപേഷൻ ഇൻ വിച്ച്, ഇതൊരു ജോലിയാണ്, ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ നോളജ്. സ്പെഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അറിവ്. ആൻഡ് സ്കിൽ ഓഫ് എ പേഴ്സൺ. നോളജ് ആൻഡ് സ്കിൽ, സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ, പ്രത്യേക അറിവും കഴിവും ഓഫ് എ പേഴ്സൺ ഈസ് നെസസറി. ഒരു വ്യക്തിക്ക്, പ്രൊഫഷനകത്ത് ഒരു വ്യക്തിക്ക് പ്രത്യേക അറിവും കഴിവും ആവശ്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് റെൻഡറിങ് ഓഫ് പേഴ്സൺ സർവീസ് ഓഫ് എ സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചർ. നമ്മൾ കടമെടുക്കുകയാണ് ഒരു വ്യക്തിയുടെ പ്രത്യേക അറിവിനെയും കഴിവിനെയും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സേവനത്തെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കടമെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എക്സാമ്പിൾ, ഡോക്ടേഴ്സ് ആർ എൻഗേജ് ഇൻ ദ മെഡിക്കൽ പ്രൊഫഷൻ. ഡോക്ടർമാരെന്ന് പറയുന്ന പ്രത്യേക അറിവും കഴിവുമുള്ള ആളുകൾ, അവർ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ എൻഗേജ്ഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് മേഖലയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്.
ലോയേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ലീഗൽ പ്രൊഫഷൻ. ശ്രദ്ധിച്ചു നോക്കിയേ, നിയമപരമായ പ്രവർത്തനങ്ങളിൽ ലോയേഴ്സ് ഏർപ്പെടുന്നു. അപ്പം ഡോക്ടേഴ്സിനെ മനസ്സിലായി, ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ മനസ്സിലായി, ലോയേഴ്സിനെ മനസ്സിലായി, ടീച്ചേഴ്സിനെ മനസ്സിലായി. ഇങ്ങനെയുള്ളവരെല്ലാം സ്പെഷ്യൽ നോളജ് കൊണ്ട്, സ്പെഷ്യൽ സ്കില്ല് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും അത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവർ അതിനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് refers to an occupation in which people work for others regularly and get salary or wages in return. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥിരമായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഫലമായി സാലറിയോ വേജസോ കിട്ടുകയും ചെയ്യും ഇവർക്ക്. എല്ലാ ദിവസങ്ങളിലും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. നിങ്ങൾക്കറിയാം, ഒരു കടയിലെ ജോലിക്കാര്, ഒരു ഫാക്ടറിയിലെ ജോലിക്കാര്, ഇങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിഭാഗത്തെ പറയുന്ന പേരാണ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇത് മൂന്നും കൂട്ടുകാർക്ക് വ്യത്യസ്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത് നമ്മൾ പഠിച്ച എക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ്സാണ്. ബിസിനസ്സിന് ഒരു ഉദ്ദേശമുള്ളൂ, കച്ചവടം നടത്തുക, ലാഭമുണ്ടാക്കുക. പ്രൊഫഷൻ എന്ന് പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റി അത്രയും നമുക്ക് പഠിക്കേണ്ടതല്ല, എംപ്ലോയ്മെന്റും അത്രയും പഠിക്കേണ്ടതല്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ കണ്ണ് എപ്പോഴും തുറക്കണമല്ലോ, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക അറിവും കഴിവും കൊണ്ട് ആ കഴിവും സ്കില്ലും തൻ്റെതായ രീതിയിൽ തന്നെ ഉപയോഗിച്ച് നേട്ടങ്ങൾ നേടിയെടുക്കാം. അത് എക്സാമ്പിൾ നമ്മൾ കാണിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. മറ്റൊരാൾക്ക് വേണ്ടി സ്ഥിരമായി ഒരു വ്യക്തി ജോലി ചെയ്ത് കൊടുക്കുക. അത് മുഖാന്തരം തനിക്ക് കിട്ടുന്നത് സാലറി അല്ലെങ്കിൽ വേജസ് ഒക്കെയാണ്. ഇനി ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കാം. പഠിച്ച് ബിസിനസ് സ്റ്റഡീസ് ആസ്വദിച്ച് പഠിച്ച് വിജയം നേടുവാൻ സഹായിക്കട്ടെ. കൂട്ടുകാരോട് ഈ വീഡിയോയെക്കുറിച്ച് പങ്കുവയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.